നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗണേഷ് നമസ്തേ. കുമാറും രാഹുൽ മാങ്കൂട്ടും ഒക്കെയാണ് ഇപ്പോ വിഷയം. രാജേന്ദ്രൻ സാറിന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. സാർ, രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ അധപ്പതനം എന്ന് വിളിക്കാൻ ഗണേഷ് കുമാറിന് പണ്ടേ അതിനുള്ള യോഗ്യതയില്ല എന്ന് നമ്മൾ പലരും പല വാർത്തകൾ കൊണ്ട് അറിഞ്ഞതുമാണ്. ഇപ്പോഴിതാ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഗണേഷ് കുമാറിനെതിരെ ബിന്ദു, അദ്ദേഹത്തിന്റെ ഭാര്യ, പരാതിയുമായി പറയുന്നു. രൂക്ഷമായ പരാതി എന്നാണ് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യം, എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും ഈ ഗണേഷ് കുമാറിന്റെ വിഷയവും പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒന്ന്. രണ്ടാമത്തത്, ഈ എല്ലാ അതിജീവിതന്മാരെയും ചേർത്ത് പിടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിന്ദുവിനോട് കാണിച്ചത് അനീതിയല്ലേ? തീർച്ചയായിട്ടും വളരെ വലിയ അനീതിയാണ്. ഗണേഷ് കുമാർ വലിയ വാചകത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തി. അപ്പൊ ഇയാളൊരു നല്ല അഭിനേതാവാണ്. ഇയാൾക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നു? ജീവിതത്തിൽ സ്വന്തം ഭാര്യയോട് അഭിനയിക്കാൻ കഴിയുന്നു? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരു മന്ത്രിയായിട്ട് ഞെളിഞ്ഞിരുന്നും കൊണ്ട് കാണിക്കുന്ന വൃത്തികേടുകൾ, ജാരബന്ധങ്ങൾ, സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട്, അതൊക്കെ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇത് തന്നെ ഇദ്ദേഹം തന്നെ ഉമ്മൻചാണ്ടിയോട് ചെയ്ത അനീതി. സ്വയം ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിയെ സരിതാ നായർ കേസിലെ പ്രതിയാക്കുക, അദ്ദേഹത്തിന്റെ മകനെയും അപമാനിക്കുക, എന്തൊരു വില്ലത്തരങ്ങളൊക്കെയാണ്. വില്ലൻ വേഷങ്ങളാണ് ഇദ്ദേഹം സിനിമയിൽ കെട്ടുന്നത്. അത് റിയൽ ലൈഫിൽ, ഇപ്പൊ റിയൽ ലൈഫിലും അത് തന്നെ കാട്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും നമ്മുടെ ഒരു മന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതുപോലെ പല സ്ത്രീകളും ഇങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ കോഴിയെന്നും പറഞ്ഞ് ജീവനുള്ള കോഴിയെ കൊണ്ട് പ്രകടനം നടത്തിയെന്നും മാത്രമല്ല, അദ്ദേഹത്തെ പല സ്ത്രീകളും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാണാനുണ്ടല്ലോ. ആ സ്ത്രീകളൊക്കെ എങ്ങനെ ഇനി അദ്ദേഹത്തെ സമീപിക്കുമെന്നായിരുന്നല്ലോ ചോദ്യം. അങ്ങനെ വരുമ്പോ ഇദ്ദേഹം MLA മാത്രമല്ല, പ്ലസ് മന്ത്രിയും കൂടാണ്. കേരള സംസ്ഥാനത്തിന്റെ, ഒരു നിയോജക മണ്ഡലത്തിന്റെ അല്ല, ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ്. ആ പദവിയിലിരിക്കുമ്പോൾ എത്ര പേര് അദ്ദേഹത്തിന്റെ മുറിയിൽ, ക്യാബിനിൽ കാണാൻ വരും? എത്ര പേര് കാണാൻ വരും? മന്ത്രിസഭയിലും ഉണ്ടല്ലോ സ്ത്രീകള്. എങ്ങനെ അവർക്ക് ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയും? ഞാൻ ചോദിക്കുകയാണ്. അവിടെയുണ്ട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് എങ്ങനെ സമാധാനമായിട്ട് ആ മന്ത്രിയോടൊപ്പം യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയും? കണ്ടക്ടർമാരുണ്ടല്ലോ, സ്ത്രീകളും ഇപ്പൊ കണ്ടക്ടർമാരായിട്ടുണ്ടല്ലോ. സ്ത്രീകളോടൊപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം വലിയൊരു സിനിമ സ്റ്റൈലിൽ ഒരു ഷൂട്ടൊക്കെ നടത്തുന്നത് കണ്ടു. എറണാകുളത്താണെന്നാണ് തോന്നുന്നത്. ഇവർക്കൊക്കെ എങ്ങനെ ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള ഒരു മന്ത്രിയാണ് തങ്ങൾക്കുള്ളതെങ്കിൽ എങ്ങനെ ധൈര്യമായിട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ അവർക്ക് പേടി വരില്ലേ? വിറയൽ വരില്ലേ? ഇങ്ങനൊരു മന്ത്രിയെയാണ്, ഒരു മേലുദ്യോഗസ്ഥൻ ഉണ്ടായാൽ പോലും നമുക്കൊക്കെ സാധാരണഗതിയിൽ ഒരു പേടി വരില്ലേ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലാൻ? കാരണം അങ്ങനെ പെരുമാറുന്ന സംസ്കാര ചിത്തരല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും, നാടിന് തന്നെയും നമ്മുടെ സദാചാര ബോധത്തിനുമൊക്കെ തന്നെ, ഒരു സംസ്കാരത്തിനും ഒക്കെ തന്നെ ഭീഷണിയാണെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഇങ്ങനൊരാളെ എങ്ങനെ വെച്ചു പൊറപ്പിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ സദാചാരത്തെക്കുറിച്ചുള്ള അപഖ്യാതികൾ ഉണ്ടായ പഴയ കാലങ്ങളിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമൊക്കെ അതിശക്തവും അതിരൂക്ഷവുമായ ഭാഷയിൽ ഇദ്ദേഹത്തെ വിമർശിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ മന്ത്രിസഭയിലെടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്നത്തെ രാജിവെക്കണമെന്ന് ശക്തമായ ഭാഷയിൽ, അതിശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടതിൻ്റെ റെക്കോർഡുകൾ നമ്മളുടെ പബ്ലിക് ഡൊമൈനിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ പിണറായി വിജയൻ ഇദ്ദേഹത്തെ മന്ത്രിസഭയിൽ വെച്ചു പൊറുപ്പിക്കാൻ കഴിയും? പറ്റില്ല. മന്ത്രിസഭാ യോഗം നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് 1 മണിക്കൂറിനകം നടക്കുകയാണ്. അതിനുള്ളിൽ തന്നെ തീരുമാനം ഉണ്ടാവും. ഇദ്ദേഹം പുറത്താവും. പുറത്തായാൽ പോരാ, അദ്ദേഹത്തിന്റെ ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. പിടിച്ച് ജയിലിലിടണം, ചോദ്യം ചെയ്യണം. അത്രമാത്രം ക്രൂരതയാണ് കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയോടെന്നുള്ളത്. ഭാര്യ എന്താ പറഞ്ഞത്? ഒരിക്കലും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ, അത് സംസ്കാര ചിത്തയായിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. നമുക്ക് പറയാനും പാടില്ല. അത് പല ജനങ്ങളോട് പറയാൻ പാടില്ല. നമ്മൾ കുടുംബസമേതമാണ് നമ്മുടെ ഈ TV കാണാൻ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണാൻ ആളുകൾ ഇരിക്കുന്നത്. അവരുടെ മുമ്പിൽ പറയാൻ കൊള്ളരുതായ്മകൾ കാണിച്ച ഒരു മന്ത്രി നമ്മളെ അങ്ങനെ ഇപ്പൊ ഭരിക്കണ്ട. ഇയാൾ നമ്മളോട് മാത്രമല്ല ഈ അനീതി കാട്ടിയത്. പത്തനാപുരത്ത് അവിടെ ഒരു പത്മ കഫേ അറിയാമല്ലോ, NSSന്റെ കഫേകളാണ് കേരളത്തിലുള്ള ഉടനീളമുള്ള ഒരു ചെയിൻ നെറ്റ്വർക്കാണ്, ചെയിൻ ഓഫ് ഹോട്ടൽസ് ആണ്. അവിടെ പത്തനാപുരത്ത് ഒരു പുതിയ പത്മ കഫേ വന്നു. ആ പത്മ കഫേ അദ്ദേഹം പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആണല്ലോ NSSന്റെ. അർത്ഥത്തിൽ ഇദ്ദേഹത്തിനായിരുന്നു ചുമതല. അതില് ഒരു 6 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. അത് മുഴുവൻ അഴിമതിയാണെന്ന് പറഞ്ഞ്
അതിലെ താലൂക്ക് യൂണിയനിലെ ഭരണസമിതി അംഗങ്ങൾ മുഴുവൻ വൻ പ്രതിഷേധമുയർത്തി. അവരൊക്കെ കോൺഗ്രസ്സുകാരാണ്, BJP-ക്കാരാണെന്ന് പറഞ്ഞ് ഇയാൾ കളിയാക്കുകയായിരുന്നു. ഒരാൾ രാജിവെച്ചു പോയി, താലൂക്ക് യൂണിയൻ സെക്രട്ടറി അവിടുന്ന് രാജിവെച്ച് ഈ അഴിമതി ക്ലബിൽ ഞാനില്ലേ എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ഭരണസമിതി അംഗമായിട്ടുള്ള വേണുവിനെ അവിടെയുള്ള ക്ഷേത്രത്തിലിട്ട് ഇയാൾ മർദ്ദിപ്പിച്ചു. മാടമ്പി സംസ്കാരമാണ് അച്ഛനും അദ്ദേഹത്തിന്റെ അച്ഛനായ ബാലകൃഷ്ണ പിള്ളയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു കൊട്ടാരക്കരയിൽ. പത്തനാപുരത്തേക്കും അത് വ്യാപിച്ചുകൊണ്ടിട്ട് തല്ലി. അപ്പൊ തനിക്കെതിരെ വരുന്ന സത്യങ്ങളുടെ ആ പറച്ചിലിനെ, സത്യം പറയുന്നവരെ തല്ലിക്കൊല്ലാൻ, സത്യത്തെ കുഴിച്ചു മൂടാൻ വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫും പോലീസും എല്ലാം ഇതിന് കുട പിടിച്ചു കൊടുത്തു. ഒരു പാവപ്പെട്ട സ്ത്രീയെ അപമാനിക്കുന്നതിലും അതുപോലെ വേദനിപ്പിക്കുന്നതിലും അവർ കൂട്ടുപിടിച്ചു. അവർ പറഞ്ഞത് കേട്ട് അപ്പം തന്നെ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് പകരം അവർക്ക് വട്ടാണെന്ന് പറഞ്ഞു. നമ്മൾ പല സിനിമകളിലും പല നോവലുകളിലും ഒക്കെ കാണുകയും വായിക്കുകയും ചെയ്യാറുള്ളത് പോലെ സ്വന്തം ഭാര്യയ്ക്ക് വട്ടാണെന്നുള്ള മട്ടിലാണ്. തനിക്ക് മാത്രം വട്ടില്ല. വാസ്തവത്തിൽ കാണും വട്ട് അല്ലെങ്കിൽ ഭ്രാന്ത്, കാമഭ്രാന്ത് എന്ന് പറയും അതിന്. കാമഭ്രാന്ത്, കാമപ്പേ പിടിച്ചു നടക്കുന്ന ഇത്തരം ആളുകൾ നമ്മുടെ പൊതുരംഗങ്ങളിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന് നാണക്കേട് തന്നെയാണ്. അതൊക്കെ സിനിമയിൽ നമ്മൾ കാണാറുണ്ട്. സിനിമയിൽ അദ്ദേഹം അങ്ങനെ അഭിനയിച്ചോട്ടെ, പക്ഷെ റിയൽ ജീവിതത്തിൽ ആ പരിപാടി വേണ്ട. ഇത് ഇവിടെ അവസാനിപ്പിക്കണം. ഗണേശ് മന്ത്രിയുടെ ഈ മന്ത്രി പദത്തിലുള്ള യാത്ര ഇതോടെ തന്നെ തീരണം. അല്ലെങ്കിൽ കേരളം അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് തീർച്ചയാണ്. ഒരു പക്ഷേ അയത്തുള്ള ഖൊമൈനി അവസാനിപ്പിച്ചല്ലോ അമേരിക്ക. അതിനേക്കാൾ വലിയ ആവശ്യമാണ് കേരളത്തിന്റെ സദാചാര രംഗത്ത്. ഇങ്ങനൊരു മന്ത്രിയെ, അങ്ങനൊരു പാരമ്പര്യം നമുക്ക് വലുതായിട്ടില്ല. കാറിലൊരു സ്ത്രീയെ, പത്മജ മേനോൻ സ്ത്രീയെ, പാർട്ടി പ്രവർത്തകയെ വെച്ചുകൊണ്ട് പോയതിന് PT ചാക്കോ ഹൃദയസ്തംഭനം വന്ന് മരിച്ച സ്ഥലമാണിത്. കാരണം അത്രമാത്രം പീഡനമാണ് കേരള നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശങ്കറിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരു മന്ത്രി ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ വേടനിൽ നിന്നും അങ്ങനെയുള്ള സ്ത്രീ വുമണൈസർമാരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇദ്ദേഹത്തിനുള്ളത്? വേടനെ ആസ്ഥാന കവിയായിട്ടൊക്കെ വെച്ചു. ആ തരത്തിൽ ഇങ്ങനെ ഒരു മന്ത്രിയെയും വെച്ചുകൊണ്ട് പോകാമെന്നാണോ മന്ത്രിസഭ കരുതിയിരിക്കുന്നത്? ഇടതുപക്ഷ മന്ത്രിമാർ ചെയ്യുമ്പോൾ അത് ഓക്കെ ആണെന്നും, അല്ലെങ്കിൽ അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്, തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും, അതേസമയം മറുവശത്ത് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ചെയ്യുമ്പോൾ അത് കൊടിയ അനീതിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് തന്നെ അതിനാണ് ഇരട്ടത്താപ്പെന്ന്. ഇവര് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു താപ്പ്, ഇപ്പുറത്ത് വരുമ്പോൾ മറ്റൊരു താപ്പ്. ഇതൊക്കെ അറിയാൻ വയ്യാത്ത ആളല്ല മുഖ്യമന്ത്രി. ഇതുവരെ ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ധാരാളമായിട്ട് വന്നുകൊണ്ട് ഇതൊക്കെ ധിക്കരിച്ചുകൊണ്ട് ഇത് ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. പ്രണയമോ, അതാണോ കുഴപ്പം? എനിക്ക് 5000-ലധികം പ്രണയങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുക. അദ്ദേഹം അതിന് പലരെയും കൂട്ടുപിടിക്കുന്നുണ്ട്. ആ മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ പാവം, ആ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിനെ പോലും ആക്ഷേപിച്ചു. അദ്ദേഹത്തിനുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പുതിയ കണ്ടുപിടുത്തമായിരിക്കും. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി അല്ല. പ്രതിനിധി ആയിരുന്നല്ലോ. ഒരിക്കലും അധികാരത്തിന് വേണ്ടി മോഹിച്ചിട്ടില്ലല്ലോ അദ്ദേഹം. അങ്ങനെ ധാരാളം പേരുണ്ടാവാം. പക്ഷേ അതൊരു മാതൃകയാക്കി, ഒരു വാട്ട് അബൌട്ടറി ആക്കിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷ തേടാൻ ഗണേഷ് കുമാർ വിചാരിക്കുന്നത് തീരെ ശരിയായിട്ടുള്ളൊരു മറുപടിയല്ല. അത് ഒരിക്കലും അത് കറക്റ്റായിട്ടുള്ളൊരു മറുപടിയല്ല. അതല്ല മറുപടി. താങ്കൾ രാജിവെച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് ശരിയായ മറുപടി. ഇനി വേറെ മാറ്റമൊന്നുമില്ല. നിങ്ങൾ ഒരു പരുവത്തിലാക്കിയല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ. നിയമസഭയിൽ കയറരുതെന്ന് പറഞ്ഞു, പൊതുസ്ഥലങ്ങളിൽ വരരുതെന്നും പറഞ്ഞ് നിങ്ങൾ തടഞ്ഞില്ലേ അദ്ദേഹത്തിന്? നിങ്ങളുടെ ഇതുപോലെ ജനങ്ങൾ വഴി തടയും. മറുവശത്ത് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം കൂടുതൽ നാറുന്നതിന് മുമ്പേ താങ്കൾ രാജിവെച്ചൊഴിയുകയാണ് നല്ലത്. സുമുഖനാണ്, സുന്ദരനാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അതല്ല മന്ത്രിയാവാനുള്ള മാനദണ്ഡം. അതിന് ഒരു സംസ്കാരം വേണം. ഈ കൈകൾ ശുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിലും അതുണ്ടാവണം. തന്നെയുമല്ല, മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണയോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അബലകളുടെ, സ്ത്രീകളുടെ സ്ഥിതി എന്താണ് കേരളത്തിൽ? വനിതാ ദിനം കടന്നുപോയി, എല്ലാവരും സ്ത്രീ ശാക്തീകരണം എന്നും പറഞ്ഞിട്ടുള്ളൂ. പറച്ചിലിൽ പോരാ.
മാത്രമല്ല കപ്പ് മന്ത്രിയുടെ പിടിച്ച് അവിടെ മാതൃക മോളും വേണ്ടേ? ബെഞ്ചും ബാക്കും എന്നൊക്കെ പറഞ്ഞ് കപ്പ് പിടിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടതാണ്. ആ ഹും. ഫോട്ടോ വല്ലാതെ വൈറലായി. അന്ന് മുഖ്യമന്ത്രി സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഇറങ്ങി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് അഹോരാത്രം പറയുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം അതിൽ ഒരു പരാതി മാത്രമാണ് പോലീസിന് ഡയറക്റ്റ് കിട്ടിയിരിക്കുന്നത്. ബാക്കി എല്ലാ പരാതികളും ഒന്നെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്കോ പാർട്ടി അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ ആണ് ആദ്യം വന്നത്. എന്നാൽ ഇവിടെ സംഗതി അങ്ങനെയല്ല. ഈ ബിന്ദു എന്ന് പറയുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ ആദ്യം വിളിക്കുന്നത് തന്റെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയായ ശാസ്തമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖയാണ്. ശ്രീലേഖയ്ക്ക് വേണമെങ്കിൽ അവിടെ ഒരു പാർട്ടി കളി കളിക്കാമായിരുന്നു, പക്ഷെ അവർ വ്യക്തമായി അത് കളിച്ചില്ല. അവരുടെ ഒരു പ്രൊഫഷണലിസം അവിടെയും കീപ്പ് ചെയ്തു. അവർ പറഞ്ഞത് പോലീസിനെ ബന്ധപ്പെടൂ എന്നുള്ളതാണല്ലോ. പോലീസിനെ ബന്ധപ്പെടും, 112 വിളിക്കൂ, ഹെൽപ്പ് ഡെസ്കിൽ വിളിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അവർ അതിനെ തുടർന്ന് ഹെൽപ്പ് ഡെസ്കിൽ വിളിക്കുന്നു. അപ്പോൾ പോലീസിന് ഡയറക്റ്റ് കിട്ടിയ ഒരു പരാതിയിന്മേൽ അതൊരു ഗണേഷ് അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാര്യ ആയതുകൊണ്ട് അവർ അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരിയോട് പറയാൻ പോലും ചെയ്യാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു പോലീസ് സംഘത്തെയാണ് നമ്മൾ കണ്ടത്. അവർ വെറുതെ തലവേദന എടുക്കണ്ട, അല്ലെങ്കിൽ തലയിലേക്ക് ഇതിനെടുത്ത് ഈ വള്ളിയെടുത്ത് വെക്കണ്ട എന്ന ഉദ്ദേശം കൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ സ്ത്രീ എന്നത് ഈ മന്ത്രിമാരുടെ ഭാര്യയ്ക്ക് കിട്ടുന്ന ആ ഒരു പ്രിവിലേജ് അല്ല, മറിച്ച് ആ ഒരു പ്രിവിലേജ് വെച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾ ഈ കുറ്റാരോപണം അല്ലെങ്കിൽ സ്ത്രീകൾ വേദനിക്കുമ്പോൾ അവരെ കൂടെ നിൽക്കേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു മന്ത്രി സഭ കൂടിയാണ് ഇതെന്ന് കൂടുതൽ വ്യക്തമാകുന്നതല്ലേ നമ്മൾ കാണുന്നത്. പോലീസിന്റെ കാര്യം പറഞ്ഞതിനാണ് അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കേണ്ടത്. പോലീസ് എന്ന് പറയുന്ന ഈ പോലീസ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടാൻ വേണ്ടി അരിച്ചു പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് പലവട്ടം. കേരളത്തിലുടനീളം, കേരളത്തിന് വെളിയിലും. എന്തേ ഈ മന്ത്രി തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. ആ അദ്ദേഹത്തിന്റെ ദാസ്യ പ്രവൃത്തിയും ചെയ്തുകൊണ്ട് നടക്കുന്ന പോലീസ് എന്ന് പറയുന്ന കേരളത്തിന്റെ അപമാനമല്ലേ? അപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഉത്തരവാദിത്വമല്ലേ? ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി കൂടി രാജിവെക്കേണ്ട ഒരു കേസായിട്ട് വരുന്നു. കാരണം പോലീസ് പക്ഷപാതം കാണിക്കുന്നു, ക്രൂരമായ പക്ഷപാതം, സ്ത്രീ വിരുദ്ധത കാണിക്കുന്നു. അതൊരു വലിയ ചാർജാണ്. ഏത് കോടതിക്കും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ കുറ്റകരമായിട്ടുള്ള പക്ഷപാതം. അതിന്മേൽ നടപടി ഉണ്ടാകേണ്ടത് തന്നെയാണ്. അത് ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എത്ര ശക്തനായിട്ടുള്ള മുഖ്യമന്ത്രിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല എന്നുള്ളത് തന്നെയാണ് പൊതുബോധ്യം. ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, പത്തനാപുരത്തേക്ക് വരുമ്പോൾ ഇതൊരു ഇലക്ഷൻ ആയിട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വോട്ടിൽ കുറവ് വരാൻ സാധ്യതയുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവില്ല, ഇതൊന്നും തന്നെ വോട്ടിൽ ബാധിക്കുകയില്ല എന്നാണ് ഗണേഷ് കുമാർ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് കണ്ടിരുന്നു. താങ്കൾക്ക് എന്താണ് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ചിരിക്കുക അല്ലാതെ എന്താണ് പറയുന്നത്? ഇദ്ദേഹം സ്ത്രീകളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരുപാട് പേരുമായിട്ട് ഇങ്ങനെ സംസർഗമുള്ള ആളിനെ സ്ത്രീകളെല്ലാം കേരളത്തിൽ അങ്ങ് ഇഷ്ടപ്പെട്ടുകൊള്ളും എന്നുള്ളതാണ്. മാനസിക രോഗം ബാധിച്ച സ്ത്രീകൾ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ അങ്ങനല്ല കേരളത്തിലെ പൊതു സ്വഭാവം, സ്ത്രീകളുടെ പൊതു സ്വഭാവം. ഇങ്ങനെയുള്ളവനെ വൃത്തികെട്ടവൻ എന്നാണ് പറയുന്നത്. ഇവിടെയാണ് വലിയൊരു കുഴപ്പം നമ്മുടെ സമൂഹത്തിനും ബാധിച്ചിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ ഒരു പുരുഷനോടൊപ്പം സംസാരിച്ച് അവൾ പിഴച്ചവളെന്ന് പറയും, പക്ഷെ പുരുഷൻ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവൻ മിടുക്കൻ എന്ന് പറയുന്ന ഒരു സമൂഹം നമുക്ക് മുമ്പിലുണ്ട്. അങ്ങനെ താനൊരു മിടുക്കനാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സ്വയം ഇങ്ങനെയുള്ള കൃത്യങ്ങളിൽ, അങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോകാത്തവൻ, ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയുന്ന ഒരു പൊതു സ്വഭാവം നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ചും പുരുഷ കേന്ദ്രീയ സമൂഹത്തിൽ ആണുങ്ങൾക്കുണ്ട്. ആ സംസ്കാരമാണ് മാറേണ്ടത്. വൃത്തികെട്ടവൻ എന്ന് തന്നെ വിളിക്കാനുള്ള അതാണ് ശരിയായ സദാചാരബോധം. പെൺകുട്ടികൾ മാത്രമല്ല അവിടെ കുറ്റക്കാരനാവേണ്ടത്, ആൺകുട്ടികളുമാണ്. വൃത്തികെട്ടവൻ, പിഴച്ചവൻ എന്ന് അവനെയും വിളിക്കണം. അതേ പുച്ഛത്തോടെ, അതേ വെറുപ്പോടുകൂടി. അതുണ്ടാവാത്തത് കൊണ്ടാണ് ഈ മന്ത്രിമാരൊക്കെ ഇങ്ങനെ കിടന്ന് അർമാദിക്കുന്നത്. ഒരു സംശയമില്ല, ഞാൻ മന്ത്രിയുമാണ്, പദവിയുണ്ട് എന്ന് പറഞ്ഞ ചില സ്ത്രീകൾ പേടിച്ച് എന്ന് നിൽക്കുമായിരിക്കാം. പക്ഷേ ആത്മാഭിമാനമുള്ള നട്ടലുള്ള സ്ത്രീകൾ കാലിലെ ചെരുപ്പെടുത്ത് ചെപ്പക്കുറ്റിക്ക് അടിക്കും. അതാണ് സ്ത്രീത്വം. ആ തൻ്റെ ഇടം അത് വരുത്താനാണ് നമ്മൾ വർഷം തോറും ഈ വനിതാ ദിനം ആചരിക്കുന്നത്. അല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ആടി കൊടുക്കേണ്ടടുത്ത് തന്നെ കൊടുക്കണം. അത് തന്നെയാണ് വേണ്ടത്. ആ പാവം സ്ത്രീ ബിന്ദുവിന് അതൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനാണ് അവർ സഹായത്തിന് പോലീസിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയത്. പോലീസ് എന്ന് പറയുന്നത് ഇവിടെ ഗണേശന്റെ പക്ഷം നിന്നുകൊണ്ട് സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിച്ചു. അവർക്കും ശിക്ഷ വേണം, അവരെ ഭരിക്കുന്ന മന്ത്രിക്കും ശിക്ഷ വേണം. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം നമുക്ക് വളരെ പ്രാധാന്യത്തോടു തന്നെ എടുത്ത് കാണേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം പറയും തനിക്ക് പ്രണയമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ കുറ്റാരോപണം
അത് കൃത്യമായി നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. മാത്രമല്ല ഗണേഷ് കുമാർ പറഞ്ഞു വരുന്നത് ഈ ബിന്ദുവിനാണ് സംശയരോഗം എന്നുള്ളതാണ്. ബിന്ദു പറയുന്നുണ്ട് എനിക്കാണ് സംശയരോഗം, എനിക്കാണ് എന്തോ പ്രശ്നമുള്ളതെന്ന് തന്റെ ബന്ധുക്കളോടക്കം ഗണേഷ് കുമാർ പറഞ്ഞു നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതേ ബിന്ദു തന്നെയാണ് ഗണേഷ് കുമാർ മന്ത്രിയായി വന്നപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാരെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ബിന്ദുവിൽ നമ്മൾ കണ്ടതാണ്. അതേ ബിന്ദുവിൽ നിന്നും ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന ബിന്ദുവിലേക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ സാർ? അത് കൂടെ നമുക്ക് നോക്കിയിട്ടാണ്. പൊളിറ്റിക്കൽ സ്റ്റണ്ട് ഇത് സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാവാത്ത ഒരു രോഗമാണ് ഈ സംശയരോഗം. സംശയരോഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പല സ്ത്രീകൾ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ഒരു പിന്നെ ദീർഘകാലത്തെ ഒരു അനുഭവത്തിൽ പറഞ്ഞും കേട്ടുമുള്ള അനുഭവമാണ് കേട്ടോ, നേരിട്ടുള്ള അനുഭവങ്ങളല്ല. സ്ത്രീകൾ പൊതുവെ ഇങ്ങനെ പുരുഷന്മാർ പോകുന്നത് പോലും അറിയില്ല, പുരുഷന്മാർ വഞ്ചിക്കുന്നത് പോലും അറിയില്ല. പലപ്പോഴും വളരെ ഇന്നസെന്റ് ആണ് അവരെ പോലെ തന്നെയാണ് ഈ പുരുഷനെന്ന് വിചാരിച്ചിരിക്കും. ഒടുവിൽ എന്തെങ്കിലും വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടുമ്പോൾ മാത്രമേ അത് വിശ്വസിക്കാവൂ. ശരിയായിരിക്കാം, സംശയരോഗം എന്ന് പറയുന്ന ഒരു രോഗമാണ്, പാരനോയിയ. ആണുങ്ങൾക്കാണ് പൊതുവെ കണ്ടുവരുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേകം സൗന്ദര്യമുള്ളപ്പോൾ താനിക്ക് എന്തെങ്കിലും കോംപ്ലക്സ് അത്രയും പോരാതാണെന്നൊരു തോന്നൽ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒന്നാണ് അവൻ അവളോട് അടുത്തു, അവൾ അവനോടടുത്തു എന്നൊരു തോന്നൽ വരിക എന്ന് പറയുന്നത്. അവനവൻ്റെ ഒരു തരം വീക്ക്നെസ്സിൽ നിന്നാണ്, ഒരു ദുർബലതയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണത്. സ്ത്രീകൾക്ക് അങ്ങനെ പൊതുവെ വരാറൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം. സ്ത്രീകൾ അങ്ങനെ പുരുഷനെ സംശയിക്കുകയില്ല. സംശയിക്കുകയാണെങ്കിൽ തന്നെ വഴക്കാളികളായിട്ടല്ലാതെ സ്ത്രീകളുണ്ടല്ലോ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് വഴക്കിടുക എന്ന് മാത്രമല്ല, ഈ പുരുഷൻ അങ്ങനെ പോകുമ്പോൾ പുരുഷൻ അനുഭവപ്പെടുന്നത് പോലെ ഒരു ഫീലിംഗ് അല്ല സ്ത്രീകൾക്ക് ഉണ്ടാവുക. അങ്ങനെ ഒരു പൊസസീവ്നെസ് ഒന്നും അവർക്കില്ലതാണ്. അവിടെയാണ് വലിയൊരു വ്യത്യാസം മനസ്സിലാക്കാതെ പല കാര്യങ്ങളിലും. ഈ ഗണേഷ് കുമാറിന് അറിയില്ല, സ്ത്രീയെ അങ്ങനെ പാരനോയിക്കായിട്ട് വന്നിട്ടുള്ള അധിക അനുഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സ്ത്രീകൾ അങ്ങനെ വളരെ ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സംശയിക്കാൻ തുടങ്ങുന്നത്, സത്യത്തിൽ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെ പോയി കഴിയുമ്പോൾ, പലരും പലവട്ടം പോയി കഴിയുമ്പോഴാണ് പുരുഷൻ ഇങ്ങനെ പോകുന്നു എന്ന് അറിയുന്നത് തന്നെ എന്നാണ് എൻ്റെ ഒരു പൊതുബോധ്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പാരനോയിയ ഉള്ള ഒരാളാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വേണ്ടായിരുന്നു മന്ത്രി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിച്ചാൽ പിന്നെ എന്ത് രോഗം ഉണ്ടെങ്കിലും അവരെ ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. അവരെ ഇങ്ങനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ വഞ്ചന ചെയ്തതും ശരിയായില്ല. ഈ പാരനോയിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ വെച്ച് പരിശോധിച്ച് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. അങ്ങനെ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. തിരിച്ചറിയട്ടെ. ഒരു വെല്ലുവിളിയായിട്ട് ഗണേഷ് കുമാർ എടുത്തെടുക്കാൻ തയ്യാറുണ്ടോ? അതാണ് ചോദ്യം. ഇനി പൊളിറ്റിക്കൽ സ്റ്റണ്ടാണോ എന്ന് ചോദ്യത്തിന് കൂടിയുള്ള ഒരു നിരീക്ഷണം. സ്റ്റണ്ട്, പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നടക്കുന്ന എങ്ങനെയാണ് സ്റ്റണ്ട് ആവുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ പറഞ്ഞത്. അപ്പൊ ഭാര്യ ഒറ്റ കൊടുക്കുന്നുണ്ടോ, ഈ ഭരണകക്ഷിയെ ഒറ്റ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഗണേശന്റെ പാർട്ടിയെ അല്ലെങ്കിൽ ഗണേശനെ ഒറ്റ കൊടുക്കുന്നെന്നാണോ അദ്ദേഹം പറയുന്നത്? എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറഞ്ഞതല്ലല്ലോ, അതുപോലെ വി ഡി സതീശൻ പറഞ്ഞതല്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ BJP-ക്കാരെങ്കിലും പറഞ്ഞതാണോ? ഭാര്യ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പോലീസ് നിഷ്ക്രിയമായപ്പോൾ ശ്രീലേഖയോടെ പറഞ്ഞു. ശ്രീലേഖ ഇത് അറിഞ്ഞു. ശ്രീലേഖ പത്രസമ്മേളനം നടത്തി ഇത് വിളിച്ചു കൂവിയോ? സ്റ്റണ്ടാക്കി അവരെടുത്തില്ലെന്ന് പറഞ്ഞല്ലോ, താങ്കൾ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെയാണ് ഇത് പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആവുന്നത്. അതും ഇതും പറഞ്ഞ് രക്ഷപ്പെടും. ആ നിമിഷം തന്നെ നിങ്ങൾ രാജിവെക്കണമായിരുന്നു. അതാണ് അന്തസ്. ഇത് കേട്ട നിമിഷം തന്നെ അന്തസ് നിങ്ങൾ രാജിവെക്കുക, ഞാൻ കോടതി തെളിയിക്കും എന്ന് പറഞ്ഞിട്ട്. രാഹുൽ മാങ്കൂട്ടത്തില് അന്തസ്സായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ അവരെ? അവരുടെ മുമ്പിൽ നിങ്ങൾ നാണിച്ചു പോവില്ലേ? അതുപോലെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം. NSS യൂണിയൻ അതിൽ നിന്നും പുറത്താക്കണം. ഇങ്ങനെ ആളുകളെ വെച്ചുകൊണ്ടിരുന്ന് പ്രോത്സാഹിപ്പിക്കരുത്. അതാണ് വേണ്ടത്. അത് തന്നെയാണ് വേണ്ടത്. സിനിമയും അതിന് നടപടിക്കണം. സിനിമ ആക്ടേഴ്സിന്റെ ഒരു സംഘടനയുണ്ടല്ലോ, അമ്മയുണ്ടല്ലോ. അമ്മയിൽ നിന്ന് തിലകനെ താരസിംഹാസനത്തിലിരുന്ന തിലകനെ അടിക്കാൻ കൈയോങ്ങിയ കൈയാണ്. അതിന്റെ ഗുരുത്വദോഷം കൂടിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിനെയും അദ്ദേഹത്തെയും കൂടി പ്രതി ചേർക്കാനായി കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളുടെ കൂടിയുള്ള ഒരു പണിയായി നമുക്ക് കണക്കാക്കും. തീർച്ചയായിട്ടും അതിന്റെ ഒരു കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും. എന്തായാലും ഉച്ചസ്ഥായിൽ നിന്നുകൊണ്ടുള്ള ഗണേഷ് കുമാറിന്റെ വീഴ്ചയുടെ ആഘാതം അത് കുറവായിരിക്കില്ല. വലിയ ആഴങ്ങളിലേക്ക് തന്നെയാണ് സ്വന്തം ഭാര്യ സത്യാവസ്ഥ തുറന്നു പറയുമ്പോൾ ഗണേഷ് കുമാറിന്റെ വീഴ്ച. സ്വയമേ പാർട്ടി കണ്ടില്ല എന്നടിച്ചാലും, സ്വയമേ ഗണേഷ് കുമാർ തന്നെ ഇതൊന്നും തെറ്റല്ല എന്ന് കണ്ണടച്ച് പാല് കുടിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, എല്ലാം വിലയിരുത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രമാത്രം നിങ്ങൾ കല്ലെറിഞ്ഞു എന്നവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് രാജിവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം തൊലിക്കട്ടി എന്ന് പറയുന്ന കാര്യം ഇവർക്ക് കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് രാജിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ രാജിയായിരുന്നു ആവശ്യം
കാത്തിരുന്ന് കാണാം എന്തായിരിക്കും തുടർ നടപടികൾ എന്നുള്ളത്. മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഒരു മാധ്യമ പ്രസ്താവന നടത്താനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ തോന്നുന്നു സർ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ബൈറ്റിൽ നമുക്ക് അങ്ങനെ തോന്നിയിരുന്നു. വാർത്താ സമ്മേളനം വിളിക്കാൻ പിന്നെ എന്താ എന്നുള്ള ഒരു ആക്കിയ പറച്ചിലൊക്കെ നമുക്ക് കണ്ടിരുന്നു, കാണാമായിരുന്നു. എന്തായാലും വളരെയധികം നന്ദി സാർ ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിച്ചതിന്. മറ്റ് വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.